ഈ രാഹുൽ ഗാന്ധിക്ക് എന്തു പറ്റി? എന്താണ് നമ്മുടെ പാർലമെന്റിൽ നടക്കുന്നത്? ഇത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്ക് വന്നത് അയാൾക്ക് ഒരു അസുഖമാണ്. അതെന്താണ്? അതായത് ഈ ഓട്ടിസം ഉണ്ടല്ലോ. ഞാൻ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ എല്ലാവരെയും അവരുടെയൊക്കെ റൈറ്റിനെ മാനിച്ചുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും കളിയാക്കുന്ന തരത്തിലല്ല. പക്ഷേ അതൊരു അസുഖമാണ്. ആ അസുഖം ഇയാൾക്കും. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് അതായത് പ്രത്യേകത? ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു മേഖല അവർ എക്സ്പെർട്ടൈസ് ആയിരിക്കും. ഇയാളുടെ എക്സ്പെർട്ടൈസ് കള്ളം പറച്ചിലാണ്. അപ്പൊ ഒരു കള്ളം പറയുക, അത് ചീറ്റുമ്പോൾ പിന്നെ വേറൊരു കള്ളം പറയുക, ഒരു ഉളുപ്പുമില്ല. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ ശരിക്കും അതിശയപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ഒരു തരംതാണ നേതാവിന്റെ കീഴിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലാവ് വിളിക്കാൻ, അല്ലെങ്കിൽ കീജെ വിളിക്കാൻ വിധിക്കപ്പെട്ടവരാണല്ലോ നമ്മുടെ വിശ്വപൗരൻ എന്ന് പറയുന്നത്. ശശി തരൂരും നമ്മുടെ ഇവിടുത്തെ വലിയ ബുദ്ധിരാഷ്ട്രം എന്ന് പറയുന്ന VD സതീശനും ഒക്കെ. ശരിക്കും ഐ റിയലി പിറ്റി ചെയ്തും. എന്താ അവർക്കൊക്കെ ഇതിനെതിരെ ഒന്ന് റിവോൾട്ട് ചെയ്യാൻ പറ്റുന്നില്ല? തരംതാണ രീതിയിലല്ലേ അയാൾ പെരുമാറുന്നത് പാർലമെന്റിലും? അല്ല, ഇപ്പൊ ഈ പാർലമെന്റ് ഫങ്ഷൻസ് നമ്മൾ TV കൂടെ കാണുമ്പം ഇത് നമ്മളൊരു പഴയ ഒരു കോളേജ് ക്യാമ്പസിന്റെ സ്റ്റാൻഡേർഡിലോട്ട് ഇതിനെ തരം താഴ്ത്തിയോ എന്നൊരു സംശയം. സാറിന് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വളരെ ആപ്റ്റായിട്ട് നമ്മുടെ മിനിസ്റ്റർ പുരി പറഞ്ഞിട്ടുണ്ട്. എലിമെന്റ്സ് ഓഫ് ബഫൂണറി ആണ് അയാൾ കാണിക്കുന്നതെന്ന്. സുരേഷ് ജി പറഞ്ഞതുപോലെ ക്യാമ്പസുകളുടെ ലെവൽ എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ നടന്നിരുന്ന ഒരു സാധാരണ സംഭവം. അതായത് ഈ കാശുള്ള ചില വാളിപ്പിള്ളേർ, ഇവിടുത്തെ കൊളോക്കിയൽ ഭാഷയിൽ വാളിപ്പിള്ളേർ എന്നാ പറയുക, അവർ ഈ സിഗരറ്റും ഒക്കെ പാക്കറ്റിലിട്ട് ടൈറ്റ് പാൻസ്, ടൈറ്റ് ആയിട്ടുള്ള ഷർട്ട്, പിന്നെ ഭിപ്പിയെ പോലെ മുടി വളർത്തി ഒരു സൂചി മൂന പോലത്തെ ഷൂസും ഒക്കെ ഇട്ടിട്ട് കുറെ പാവപ്പെട്ട കുറെ പിള്ളേരുണ്ടാവും ഇയാളുടെ ശിങ്കിടിയായിട്ട്. അവരെയും കൂടെ കൂട്ടിയിരുന്നിട്ട് ഇങ്ങനെ പോകുന്ന പെൺപിള്ളേരെ ടീസ് ചെയ്യുക. ഏതെങ്കിലും നല്ല പഠിക്കുന്ന കുട്ടികൾ സാധാരണ ഇങ്ങനെ ഈ കമ്പനികൾക്കൊന്നും പോകാറില്ല. അയാൾ വളരെ കൂളായിട്ട് അതുവഴി നടന്ന് പോകുമ്പോൾ അയാളെ കൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ അയാളെ കളിയാക്കുക. അത്തരത്തിലുള്ള കളിയാക്കലാണ് നമ്മുടെ ഒരു മിനിസ്റ്ററെ കുറിച്ച് പിന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിള് ഈ ബിയാൻ സിംഗ്, പഴയ സ്വാതന്ത്ര്യ സമര പോരാളിയും നമ്മുടെ ബംഗാളിലെ പഞ്ചാബിലെ ചീഫ് മിനിസ്റ്ററും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിന്റെ കൊച്ചുമകനെ ഇപ്പോഴത്തെ മിനിസ്റ്ററായ പണ്ട് കോൺഗ്രസ് മെമ്പറായിരുന്ന ബിട്ടുവിനെ കണ്ടിട്ട് ബിട്രേയർ വരുന്നു പിന്നെ എന്ന് പറഞ്ഞിട്ട് അയാളെ കളിയാക്കുന്നു. അദ്ദേഹം അതിന് നല്ല മറുപടി കൊടുത്തു, അത് വേറെ കാര്യം. അപ്പോ ആ ലെവലിലോട്ടാണ് പിന്നെ ഇയാളുടെ പോക്ക്. എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അയാളിങ്ങനെ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇയാൾ എങ്ങനെയാണ് ഈ പാൻറ്റിന്റെ ഉള്ളിലോട്ട് കിടക്കുന്നത്. അത്ര ടൈറ്റാണ്. അത്ര ടൈറ്റായിട്ടുള്ള ഒരു പാൻറ്റും ടൈറ്റായിട്ടുള്ള ഷർട്ടും ഒക്കെ ഇട്ട് വന്നിട്ട് ഇതുപോലെ ക്ലാസ്സിൽ വന്നിട്ട്, ഞങ്ങൾക്കൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് പ്രൊഫസർ. അദ്ദേഹം കോളേജിൽ ലെക്ചറായിട്ട് വരുന്നതിന് മുമ്പ് KSRTCയിലെ കണ്ടക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ലവണ്ണം പഠിപ്പിക്കുന്ന ഒരു സാറാണ്. അദ്ദേഹം വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കും. അപ്പോൾ ഇയാളുടെ ശിങ്കിടികളും കൂടെ ഇങ്ങനെ ബെല്ലടിക്കും, ഡിങ് ഡിങ്, അല്ലെങ്കിൽ ആളിറങ്ങണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കാൻ ശ്രമിക്കും. പക്ഷെ അദ്ദേഹം അദ്ദേഹം ആ ഭാഗത്ത് നോക്കുകയില്ല. അദ്ദേഹം ശരിക്കുള്ള പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ അങ്ങനെ പഠിച്ച കുട്ടികൾ രക്ഷപ്പെട്ടു. അവിടെ ബെല്ലടിച്ചുകൊണ്ടിരുന്നവർ ബെല്ലടിക്കാൻ ഒരു സാധ്യതയില്ലാതെ കോളേജിൽ നിന്ന് പുറത്തുപോയി. അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മുടെ സർക്കാരിനും ഈ ബെല്ലടിയൊന്നും ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യില്ല എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ചെക്കൻ്റെ ഈ അവസ്ഥയ്ക്ക് എന്താണ് ഒരു പോംവഴി? ഉണ്ട്, പോംവഴിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ, ലേറ്റസ്റ്റ് ബഡ്ജറ്റിൽ മെന്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള ഒരുപാട് കാശ് നീക്കി വെച്ചിട്ടുണ്ട്. നോർത്തില് ഒരു നിംഹാൻസ് തുടങ്ങാൻ പ്രൊവിഷനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ ഇവിടെ കൊണ്ടുവരണ്ട, ബാംഗ്ലൂർ കൊണ്ടുവരണ്ട, അവിടെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ
ഫിസിക്കലായിട്ട് അദ്ദേഹത്തിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെലിമാനസ് എന്നൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുവഴി വീട്ടിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ ഷോഫായി കിടന്ന് തന്നെ പിന്നെ കൺസൾട്ട് ചെയ്യാം. അപ്പൊ അതിന് പ്രൊഫഷനുണ്ട്. അത് പക്ഷേ ഇതാരെങ്കിലും അതിന് മുൻകൈ എടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, എനിക്ക് ഒരു സംശയം, എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ ഈ കോമാളിത്തരങ്ങളെല്ലാം ഇങ്ങനെ സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് വളരെ സിമ്പിളാണ് സുരേഷ് ജി. ഈ അവരെന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വിളിയാവും. ഇവിടെ മനോരമയും മാതൃഭൂമിയും ഒക്കെ തലയിൽ കൈ വെച്ച് എഴുതും. പ്രതിപക്ഷ നേതാവിനെ എതിരെ ആക്ഷൻ വന്നു, അദ്ദേഹത്തെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ചു, അദ്ദേഹത്തെ ഓട്ടിസം ബാധിച്ച കുട്ടിയെന്ന് മുദ്ര കുത്തി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അത് എന്തിനാ വെറുതെ മോഡി അല്ലാതെ തന്നെ ആവശ്യത്തിനും ആവശ്യമില്ലാത്ത ഉള്ള പഴി കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാത്തവർ കേസ് എന്തിനാ അവരെ എടുത്തു വയ്ക്കുന്നത്? അത് ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് അവരത് പിന്നെ വേണമെന്ന് വെച്ചിട്ട് ഉണ്ടായിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കൂടുതൽ ഇയാൾ എക്സ്പോസ്ഡ് ആവുകയല്ലേ. അപ്പോൾ ആൾക്കാരൊക്കെ മനസ്സിലാക്കും എന്താണ് ഇയാളുടെ ക്യാരക്ടറെന്നും ഇയാളുടെ പവർ എന്താണെന്നൊക്കെ മനസ്സിലാക്കും. ഇനിയുള്ള 2-3 സ്റ്റേറ്റിൽ ഇപ്പോൾ ഉണ്ടല്ലോ പവറിൽ, അതും കൂടെ അങ്ങ് പോയി കിട്ടിക്കഴിഞ്ഞാല് പിന്നെ മോഡിജി പറഞ്ഞ കോൺഗ്രസ് മുക്ത ഭാരതിലേക്കുള്ള യാത്ര അവർക്ക് സുഖമാകും. ഇപ്പൊ 3 സ്റ്റേറ്റിലേ ഉള്ളൂ, കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ്. യെസ് അതുകൂടെ പോയി കിട്ടും. അതെ, അതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് അവരതിനെ കാണുന്നത് എനിക്ക് തോന്നുന്നത്. ഈ കോൺഗ്രസ് പാർട്ടി മൊത്തത്തില് നമ്മുടെ ജനാധിപത്യത്തെ ഒരു തമാശയായിട്ട്, ഒരു കോമാളിത്തരമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. കാരണം അവർക്ക് മനസ്സിലാകുന്നില്ലേ, ഇത് പൊതുജനത്തിന്റെ പൈസ കൊണ്ടാണ് പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അവിടെ വരുന്ന എല്ലാവർക്കും ടിയും ഡിയും കൊടുക്കുന്നത് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ്. ആ ഒരു ധാരണയോ ബോധമോ ഇല്ലാതെ പെരുമാറുന്ന കാണുമ്പോൾ വളരെ അതിശയകരമായിട്ട് തോന്നുന്നു. സാറിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു മിനിറ്റ് അവിടെ കൂടുന്നതിന് എത്ര കോടി രൂപയാണ് അത്രേ ചെലവ് വരുന്നത്. അതവർ പാഴാക്കുന്നു. അവർക്ക് ബില്ലിനും അല്ലെങ്കിൽ ഇഷ്യൂസും മേലും അവർക്ക് ചോദിക്കാനുള്ള ചോദിക്കാനുള്ളത് അവർ നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ ആകെ ഒരു കാവോസ് സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അവിടുത്തെ പാർലമെന്റിൽ ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതായത് ഈജിപ്തിലെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നവരിനെ കുറിച്ചുള്ള ഒരു പ്രപ്പോസലായിരുന്നു ബോറിസ് ജോൺസന്റെ. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് അത് അവതരിപ്പിക്കുന്നു, ആ പ്രോബ്ലം, ആ ഇഷ്യൂ അവിടെ അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ലീഡർ ഓഫ് ഒപ്പോസിഷൻ പ്ലീസ് എന്ന് ശരിക്കും ഇങ്ങനെ കൈ കാണിച്ചിട്ട് അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹം ലീഡർ ഓഫ് ഒപ്പോസിഷൻ എണീക്കുന്നു. അദ്ദേഹം അതിന് ആ പ്രപ്പോസലിലുള്ള അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് 1-2 കാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹം ഇരിക്കുന്നു. അപ്പോൾ വീണ്ടും ബോറിസ് ജോൺസൺ എണീക്കുന്നു. എണീച്ചിട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ അത് ശരിയാണെന്ന് ആ ലീഡർ ഓഫ് ഒപ്പോസിഷൻ പറയുന്നു. തീർന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പാർലമെന്റ് ഉയരുന്നില്ലോ എന്ന് എനിക്ക് സങ്കടം തോന്നിപ്പോയി. എനിക്കൊരു സ്വപ്നമാണ്. അത് സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. Let us hope for the best.